ചായ കൊടുക്കും മോളെ. അതെ, ആദ്യം പയ്യന് എന്നെ കൊടുക്കും മോളെ. അത് ആദ്യം ദിനേശന് കൊടുക്കും മോളെ. ദിനേശനാ മോളെ കല്യാണം കഴിക്കാൻ പോണേ. നിങ്ങൾ എന്താ ഈ പറയുന്നേ? അപ്പൊ ഇതാണോ പയ്യൻ? അതെ. എന്താ ഒന്നും അറിയാത്ത കണക്ക്? വസുമതി ഒന്നും പറഞ്ഞില്ലേ? എന്താ വസുമതി, നിങ്ങൾക്ക് കാര്യങ്ങളെല്ലാം അറിയാവുന്നതല്ലേ, പിന്നെന്താ മിണ്ടാതെ നിൽക്കുന്നേ? അത് എനിക്കെല്ലാം അറിയാം. അതറിഞ്ഞിട്ട് തന്നെ ഞാൻ നിങ്ങളോട് വരാൻ പറഞ്ഞേ. അപ്പോ നീ അറിഞ്ഞിട്ടാ ഇതൊക്കെ നടക്കുന്നതല്ലേ? ദുർഗയേക്കാൾ എത്ര വയസ്സിന് മൂത്ത ആളായത്? നിങ്ങൾ എല്ലാവരും കൂടി ഞങ്ങളെ വിളിച്ചു വരുത്തി എന്താ അപമാനിക്കാണോ? ആരെയും അപമാനിച്ചതല്ല, ഇതൊന്നും ഞങ്ങൾ അറിഞ്ഞിരുന്നില്ല. ശരി, ഞാൻ പറയാം. ഇതെന്റെ മകൻ ദിനേശൻ. ഇവന്റെ ഭാര്യ മരിച്ചിട്ട് 2 വർഷമായി. ഒരു കുഞ്ഞുണ്ട്. അതുകൊണ്ട് തന്നെ കുഞ്ഞിനെ നോക്കാൻ ഒരു അമ്മ വേണം. അതുകൊണ്ടാ രണ്ടാമതൊരു വിവാഹത്തിന് തയ്യാറായത്. കാര്യങ്ങളെല്ലാം ഞങ്ങൾ ഈ നിൽക്കുന്ന വസുമതിയോടും ഗിരിജയോടും തുറന്നു പറഞ്ഞതാ. അതെ, നിങ്ങൾക്കെല്ലാവർക്കും പെൺകുട്ടിക്ക് സമ്മതമാണെന്ന് വസുമതി പറഞ്ഞതുകൊണ്ടാ ഞങ്ങൾ ഇവിടെ വന്നത്. വസുമതി ഇങ്ങനെ പെരുമാറുന്നതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല. എങ്ങനെയെങ്കിലും ദുർഗയെ ദ്രോഹിക്കണം എന്നുള്ള ഒരൊറ്റ ചിന്ത മാത്രമേ ഇവൾക്കുള്ളൂ. നിങ്ങളുടെയൊക്കെ ഭാവം കണ്ടാ ഞങ്ങൾ നിർബന്ധിച്ച് കല്യാണം ആലോചിക്കാൻ വന്നതുപോലെ ഉണ്ടല്ലോ. അയ്യോ, വിളിച്ചു വരുത്തിയിട്ട് നാണം കെടേണ്ട കാര്യമൊന്നും ഞങ്ങൾക്കില്ല. വാ, നമുക്ക് പോവാം. അയ്യോ, അങ്ങനെ പോവരുത്. സംസാരത്തിലുണ്ടായ ചില ചെറിയ ആശയക്കുഴപ്പങ്ങളാ. കുറച്ച് സമയം എനിക്ക് തരണം പ്ലീസ്. എന്തിന് വീണ്ടും അവമാനിക്കാൻ? അയ്യോ അല്ല, ദുർഗ എന്താ വരാത്തെ? അവൾ ഉടനെ വരും. അല്ല, ദുർഗ വന്ന ചേട്ടനൊപ്പം 2-3 ഫോട്ടോസ് എടുക്കായിരുന്നു. ഇന്നിവിടെ വരാൻ പറ്റാത്ത കുറച്ച് ബന്ധുക്കളുണ്ട്. അവർക്ക് പെൺകുട്ടിയെ ഒന്ന് കാണാമല്ലോ. അതെ, കല്യാണത്തിന് മുമ്പ് ഒന്നിച്ചുള്ള ഫോട്ടോ എടുപ്പൊന്നും വേണ്ട. അതിനിപ്പോ എന്താ അമ്മേ, ഇത് പഴയ കാലമൊന്നും അല്ലല്ലോ. എന്തായാലും ദുർഗയും ദിനേശനും നാളെ ഭാര്യ ഭർത്താക്കന്മാരാവേണ്ടവരാ. അപ്പൊ പിന്നെ ഒന്നിച്ചൊരു ഫോട്ടോ എടുത്തുകൊണ്ട് എന്ത് സംഭവിക്കാനാ? അതെ അതെ, കല്യാണത്തിന് മുമ്പ് എടുക്കുന്ന ഫോട്ടോഷൂട്ടൊക്കെ ഇപ്പൊ വൈറലല്ലേ? വൈറലല്ല, വൈറൽ. ആ അതെ അതെ, അത് തന്നെ. അമ്മ ആളൊരു പഴഞ്ചരാ. ഇത്തരം മോഡേൺ കാര്യങ്ങൾക്കൊന്നും അമ്മയ്ക്ക് താല്പര്യമില്ല. എന്നെ അത്ര പഴഞ്ചനാക്കാനൊന്നും നോക്കണ്ട ഗിരിജെ. കാലം മാറിയില്ലേ? ഇനി നമ്മൾ ഇന്നത്തെ തലമുറയ്ക്കൊപ്പം ചിന്തിക്കുന്നതാ നല്ലത്. അല്ലെങ്കിൽ ഒറ്റപ്പെടുന്നത് നമ്മൾ തന്നെയാവും. അതെ അതെ. ദുർഗ ഇതുവരെ വന്നില്ലല്ലോ. ഈ കുട്ടി ഇതെന്തെടുക്ക? ദുർഗേ, നാണൊന്നും വേണ്ട, ഇറങ്ങി വാ. അക്ഷിതേ, മോള് പോയി ചേച്ചി ഒന്ന് വിളിച്ചോണ്ട് വാ. ചെല്ല് മോളെ, ചെല്ല്, വിളിച്ചോണ്ട് വാ. ഇപ്പൊ വിളിച്ചോണ്ട് വരും. തനിച്ചു വരാൻ നാണം കൊണ്ട് മടിച്ചു നിക്കാൻ തോന്നുന്നു. പാവം.
വിരുന്നുകാരൊക്കെ ഉണ്ടായിരുന്നെന്ന് തോന്നുന്നല്ലോ. അതെ, ആ വന്നുപോയവരെ വസുമതിയുടെ ഫ്രണ്ട്സാ. എന്തുപറ്റി? എന്തോ ടെൻഷനുള്ള പോലെ. ഏയ് അങ്ങനെയൊന്നുമില്ല. ഒരു മുന്നറിയിപ്പും ഇല്ലാതെ നിങ്ങൾ എല്ലാവരും പെട്ടെന്ന് കണ്ടതിന്റെ ഒരു അമ്പരപ്പ. അല്ലാതെ നാത്തൂന് ടെൻഷനൊന്നുമില്ല അല്ലേ? അതെ അതെ. അഭിജിത്തിന്റെ വ്ലോഗൊക്കെ ഞങ്ങൾ ഇടയ്ക്ക് കാണാറുണ്ട് കേട്ടോ. ഓഹോ, താങ്ക് യു. അതാണ് ഒരു വ്യൂ കൂടിയത്. അത് ആരാന്നിപ്പോ മനസ്സിലായില്ലേ? കൂടി, അല്ലെങ്കിൽ എന്റെ വ്ളോഗിന് അത്യാവശ്യം വ്യൂസ് ഒക്കെ ഉണ്ട്. ഓ പിന്നെ ആകെ 5-6 വ്യൂവേഴ്സ് ഉള്ളൂ. അതാണിപ്പോ അവന്റെ. ഇവരെപ്പോഴും എങ്ങനെയാ രണ്ടുപേരും ഒരു കാര്യമില്ലാതെ കളിയാക്കും. പൃഥ്വി, അഷിതയും കൂട്ടിച്ചെല്ല. ആരേത്?